ഒരുപാട് ആഗ്രഹിച്ച് പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് കേട്ടോ ഈ യാത്ര. വേറെ ഒന്നുമല്ല, നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി പോവുകയാണ്. വെളുപ്പിനെ 4-4:30 നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നു. കുളിച്ച് ആദ്യം വിളക്ക് കത്തിച്ച് പോകുന്നതിന് മുന്നേ വിളക്ക് കത്തിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. മോനാണ് കേട്ടോ ഈ വീഡിയോ എടുത്തു തരുന്നത്. വിളക്ക് കൊളുത്തിയപ്പോഴും തന്നെ ആ ഐശ്വര്യവും ഭഗവാന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. എൻ്റെ പൂജാമുറി കുഞ്ഞാണെങ്കിലും എനിക്ക് അവിടെ വിളക്ക് കൊളുത്തി കാണുമ്പോൾ ഭയങ്കര ഐശ്വര്യമായിട്ട് തോന്നും. അങ്ങനെ പെട്ടെന്നാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. ഒരു 5:15 കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. 5:55 നമുക്ക് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നാണ് നമുക്ക് ട്രെയിനുള്ളത്. ജനശതാബ്ദിയിലാണ് പോകുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് തൃശ്ശൂർ വരെയാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു. ആകെ പെട്ടുപോയെന്ന് വിചാരിച്ചിട്ട് ഇനി 5 മിനിറ്റേ ഉള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ഇത് കണ്ടാലേ അറിയാം, ഞാൻ ഓടുന്ന ഓട്ടമാണ് കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലും ഓടിപ്പിടിച്ച് സീറ്റേ കണ്ടുപിടിച്ച് ഇരുന്ന് കേട്ടോ. ഇരുന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കറക്റ്റ് 5:55 ആയപ്പോൾ ട്രെയിൻ എടുത്തു. കറക്റ്റായിരുന്നു കേട്ടോ, ശതാബ്ദി കറക്റ്റ് എടുത്തു. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഒരു ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഞാൻ ഉറങ്ങി, പക്ഷെ ഉറങ്ങിയിട്ടേ ഇല്ല. ഫുൾ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോകുന്നതിൻ്റെയും ട്രെയിനിൽ ഇരിക്കുന്നതിൻ്റെയും ഒക്കെ നമുക്ക് 3 ആൾക്ക് ഒരുപാട് സന്തോഷത്തോട് പോയ ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ ചിലവർ വിചാരിക്കും, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്നാൾ പോയതല്ലേ ഗുരുവായൂർ, എന്താ ഇപ്പോൾ പെട്ടെന്ന് പോകാൻ കാരണം? നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. ഇന്ന് പോയാൽ നാളെ വേണമെങ്കിലും പോവാം. നമ്മളെ സ്വന്തം വീട്ടിൽ നമ്മളിങ്ങനെ ഡേറ്റ് വെച്ചിട്ടാണോ പോകുന്നത്? അല്ലല്ലോ. അമ്മയും അച്ഛനെ കാണണമെന്ന് തോന്നിയാൽ ഉടനെ പോകും. അതുപോലെ തന്നെയാണ് നീ കാണാൻ. എനിക്ക് എപ്പോൾ എനിക്ക് കാണണമെന്ന് തോന്നിയാലും ഞാൻ എൻ്റെ ചേട്ടനോട് പറയും, ചേട്ടാ നമുക്ക് പോകാമോ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ പറയും ഓക്കെ നമുക്ക് പോവാം. പിന്നെ ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ ജന്മനക്ഷത്രമാണ് വരുന്നത് ജാനുവരി 4-ന്. അപ്പോൾ അവൻ എന്ത് വേണം, ബർത്ത്ഡേക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് എനിക്ക് ഗുരുവായൂർ എനിക്ക് AC ട്രെയിനിൽ കിടന്നു പോകണം അമ്മ എന്നാണ്. അങ്ങനെയാണ് അവൻ്റെ ആഗ്രഹവും സാധിച്ചു കൊടുത്തു. അന്ന് അവിടുത്തെ ഭഗവാന്റെ പ്രസാദം നമുക്ക് കഴിക്കാൻ പറ്റി. മോൻ്റെ ജന്മനക്ഷത്രമായതിൻ്റെ ദിവസം തന്നെ കഴിക്കാൻ പറ്റി. പിന്നെ നമ്മൾ തൃശ്ശൂരെത്തി കേട്ടോ. തൃശ്ശൂരെത്തി അവിടെ നിന്ന് ലോക്കൽ ട്രെയിനിലാണ് നമ്മൾ ഗുരുവായൂർ പോയത്. 11:30 ലോക്കൽ ട്രെയിനുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ വരെ പോകാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 10 രൂപയുള്ള. നേരെ മറിച്ച് ബസ്സിലാണ് പോകുന്നതെങ്കിൽ 1 അവർ ട്രാവൽ ചെയ്യുകയും ചെയ്യണം. 40 രൂപ എമൗണ്ട് ആവും. അപ്പം നമ്മൾ ട്രെയിനിൽ വെച്ച് തന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ അമ്പലത്തിലോട്ടാണ് പോയത്. കാരണം നമുക്ക് അവിടുത്തെ പ്രസാദം കഴിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ തൊഴാനും സമയം കിട്ടുമോ ഒന്നും അറിയത്തില്ലായിരുന്നു. ഒരു ഓട്ടോ പിടിച്ച് നേരെ അമ്പലത്തിലോട്ട് പോയി. ക്ലോക്ക് റൂമിൽ പോയി ബാഗൊക്കെ വെച്ചിട്ടാണ് അമ്പലത്തിലോട്ട് പോയത്. ഓരോ പാർട്ടായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഷോർട്സ് ആയിട്ടാണ് ചെയ്യുന്നത്. ബാലൻസ് വീഡിയോ അടുത്ത പാർട്ടിൽ വരുന്നുണ്ട്. മിസ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ.